വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേരളത്തിലെ ജില്ലകൾ പഠിക്കാം കേട്ടോ. അപ്പൊ കേരളത്തിലെ ജില്ലകൾ, മൂന്ന് ജില്ലകൾ നമ്മൾ പഠിച്ചു. വയനാട് പഠിച്ചു, കണ്ണൂർ പഠിച്ചു, കാസർഗോഡ് പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയാണ്. അപ്പൊ കോഴിക്കോട് ജില്ല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 1957 ജാനുവരി 1 രൂപം കൊണ്ടത്. അതായത് കേരള ഫാക്ട്സ് പഠിച്ചപ്പോൾ കേരളത്തിൽ നമ്മൾ പറഞ്ഞു മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്ന കേരളം അല്ലെ 1956 നവംബർ 1 രൂപീകൃതമായത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 57 മലബാറിനെ വിഭജിച്ച് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ മൂന്ന് ജില്ലകൾ നിലവിൽ വന്നു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ കുറെ വിശേഷണങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയ്ക്ക്. ഒന്ന്, ഗസലുകളുടെ നാട് എന്ന് നമ്മൾ വിളിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. അപ്പൊ ഗസലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കോഴിക്കോടാണ്. അതുപോലെ തന്നെ കോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. അപ്പൊ ഗസലുകളുടെ നാട് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കോക്ക് ഫോർട്ട് എന്ന് വിളിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നതും കോഴിക്കോടിനെയാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നു. സാമൂതിരിയുടെ നഗരം, സാമൂതിരിയാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് സാമൂതിരിയുടെ നഗരം എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വടക്കൻ പാട്ടുകളുടെ നാട് എന്ന് വിളിക്കുന്നതും ഏതിനെയാണ്? കോഴിക്കോട്. അപ്പൊ വടക്കൻ പാട്ടുകളുടെ നാടാണ്, സാമൂതിരിയുടെ നഗരാണ്, സുഗന്ധദ്രവ്യങ്ങളുടെ നഗരാണ്, ഗസലുകളുടെ നഗരാണ്. അതുപോലെ തന്നെ കോക്ക് ഫോർട്ട് എന്ന് അറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഇതൊന്നും കൂടാണ്ട് കോഴിക്കോട് തുറമുഖത്തിനെ സത്യത്തിന്റെ തുറമുഖം എന്ന് വിളിക്കുന്നു. കോഴിക്കോടിനെ സത്യത്തിന്റെ തുറമുഖം എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി കോഴിക്കോട് ജില്ലയിൽ കുറേയധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ ആൾക്കാര് കാണാൻ പറ്റിയ കുറേയധികം സ്ഥലം, അതായത് ഇപ്പോ എന്താ പറയാ, ജാനകിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം പദ്ധതി ഉണ്ട്. അതുപോലെ സരോവരം എന്ന് പറയുന്ന ഒരു ബയോ പാർക്ക് ഉണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാട്ടോ. സരോവരം ബയോ പാർക്ക്, അതുപോലെ ജാനകി ഇക്കോ ടൂറിസം പദ്ധതി, കുഞ്ഞാലിമരക്കാരുടെ വീട്, അതൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് പറ്റിയ സ്ഥലമാണ്. മാറാട് ബീച്ച്, ഡോൾഫിൻ പോയിന്റ് അല്ലെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് ഉറുമിയും, അടുത്തത് കുറ്റ്യാടി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കുറ്റ്യാടി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്ന് ഓർത്തു വെക്കാട്ടോ. അതുപോലെ നമുക്ക് ആൾക്കാര് കാണാൻ താല്പര്യപ്പെടുന്ന ഒരു സംഭവമാണ് വെള്ളച്ചാട്ടം അല്ലെ. അങ്ങനെ തുഷാരഗിരി, അതും ഈ തുഷാരഗിരിയും അതുപോലെ തന്നെ കുറ്റ്യാടിയും PSC പരീക്ഷകളിൽ ആവർത്തിക്കാറുള്ള ഒരു ചോദ്യമാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി രണ്ടും കോഴിക്കോടാണ്. ഇനി വെള്ളാരിമല എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയും എവിടെയുണ്ട്? കോഴിക്കോട് ജില്ലയിലുണ്ട് കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യത്തെ സാക്ഷരതാ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല ഉത്തരം പറയണം. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ലയും കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ വിശപ്പു രഹിത നഗരവും കോഴിക്കോടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം, കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. അതായത് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കിയ വിശപ്പ് രഹിത നഗരം പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ സുലൈമാനി എന്നാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയില് ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്ന പദ്ധതി എന്തിനാ നടപ്പിലാക്കിയേ? കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്നിട്ട് നടപ്പിലാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ കോഴിക്കോട് എത്താൻ. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരമായി കോഴിക്കോട് മാറി. ഇനി കേരളത്തിൽ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ കുളിമാട് എന്ന് പറയുന്ന ഗ്രാമമാണ്. കേരളത്തിൽ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം കുളിമാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് സെറ്റ് സെന്റർ സ്ഥാപിതമായതും കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് SPC അഥവാ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് നിലവിൽ കേരളത്തിൽ ആദ്യത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച ജില്ലയും ഏതന്നെയാണ്? കോഴിക്കോട് ജില്ലയാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായ ജില്ലയും കോഴിക്കോട് ജില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായതും കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ ജില്ല. കേരളത്തിൽ ആദ്യമായി സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ ജില്ല. നമ്മൾ തെറ്റിക്കരുതിട്ടോ, കുറേ അധികം കാര്യങ്ങൾ കേരളത്തിൽ ആദ്യം, ഇന്ത്യയിൽ ആദ്യം എന്ന് പറഞ്ഞിട്ടപ്പോ ഇപ്പൊ കോഴിക്കോട് പറഞ്ഞു അല്ലെ. കേരളത്തിൽ ആദ്യത്തായിട്ട് സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം, കേരളത്തിൽ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരം, കേരളത്തിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല, കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെന്റർ സ്ഥാപിതമായിട്ടുള്ള ജില്ല, അതുപോലെ കേരളത്തിൽ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം. ഇനി കേരളത്തിൽ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ല, കേരളത്തിൽ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ല, കേരളത്തിൽ ആദ്യത്തെ കോള വിരുദ്ധ ജില്ല, കേരളത്തിൽ ആദ്യത്തെ കോള വിരുദ്ധ ജില്ല, ഇതൊക്കെ കോഴിക്കോടാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ടോയ്ലറ്റ് ആരംഭിച്ചതും കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു ഈ ടോയ്ലറ്റ് ആരംഭിച്ചതും കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ FM റേഡിയോ സ്റ്റേഷനായ മലയാള മനോരമയുടെ റേഡിയോ മാംഗോ 91.9 ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ 2007-ലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ FM റേഡിയോ സ്റ്റേഷനായ മലയാള മനോരമയുടെ റേഡിയോ മാംഗോ 91.9 ആരംഭിച്ചതും കോഴിക്കോട് ജില്ലയിലാണ്. ഇത്രയും കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം നമുക്ക്. അപ്പൊ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ബേപ്പൂർ തുറമുഖം അല്ലെ. അപ്പോ ബേപ്പൂർ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മത്സ്യബന്ധന തുറമുഖം പുതിയാപ്പ? പുതിയാപ്പ എന്ന മത്സ്യബന്ധന തുറമുഖവും എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായ ബേപ്പൂർ തുറമുഖം, മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ തുറമുഖം തുടങ്ങിയവയും കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിൽ അറബികൾ കാലിക്കൂത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അറബികൾ കാലിക്കൂത്ത് എന്നും യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നും വിശേഷിപ്പിച്ചിരുന്ന ജില്ലയാണ് ഏത്? കോഴിക്കോട് ജില്ല എന്ന് നോക്കാം. കേരളത്തിൽ സോപ്സ് ആൻഡ് ഓയിൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം, കേരളത്തില് സോപ്സ് ആൻഡ് ഓയിൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല, വളരെ കുറച്ചു മാത്രം കർഷകരുള്ള ജില്ല, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല, അതുപോലെ തന്നെ സീറോ വേസ്റ്റ് പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ജില്ല ഒക്കെ കോഴിക്കോട് ജില്ലയാണ്. ഇപ്പൊ സീറോ വേസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ച ജില്ല, വളരെ കുറച്ചു മാത്രം കർഷകരുള്ള ജില്ല, ധാരാളം മഴ ലഭിക്കുന്ന ജില്ല. ശരിക്കും മഴ ലഭിക്കുന്ന ജില്ലയാകുമ്പോൾ കർഷകർ ധാരാളം വേണം അല്ലെ. നേരെ ഓപ്പോസിറ്റാ, മഴ കുറവ് ലഭിക്കുന്ന ജില്ലയായ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ. അപ്പൊ കർഷകർ കുറവാണ്, മഴ കുറെ ലഭിക്കുന്നുണ്ട്, ധാരാളം ഇരുമ്പയിര് നിക്ഷേപം ഉണ്ട്. അതുപോലെ കേരള സോപ്സ് ആൻഡ് ഓയിൽ ലിമിറ്റഡിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. ഇനി കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട ഒരു സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ. അപ്പൊ സുഭിക്ഷ എന്ന സ്വയം തൊഴിൽ പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് ആരംഭിച്ചത് എന്ന് ഓർക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽ മ്യൂസിയം, കേരളത്തിലെ കണ്ടൽ മ്യൂസിയം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിലാണ്. അപ്പൊ കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പക്ഷെ കണ്ടൽ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊയിലാണ്ടിയിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ചിത്ര ലേല ചന്ത നിലവിൽ വന്നത് എവിടെയാണ്? ആർട്ട് ഓപ്ഷൻ മാർക്കറ്റ്, ചിത്രങ്ങള് ലേലം വിളിക്കുന്ന ചന്ത, ആർട്ട് ഓപ്ഷൻ മാർക്കറ്റ് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ് എന്ന് ഓർത്തു വെക്കണം. കേരളത്തില് എന്താ പറയുന്നത്? കോള വിമുക്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമം ആയിട്ട് പ്രഖ്യാപിച്ചത് കേരളത്തില് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറയുന്ന ഗ്രാമം. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമം ഏതാണ്? കുറ്റ്യാടിയാണ് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന വാട്ടർ കാർഡ് സംവിധാനം ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജല മ്യൂസിയവും ഇവിടെ കാണപ്പെടുന്നു, കുന്ദമംഗലത്ത് കാണപ്പെടുന്നു എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന വാട്ടർ കാർഡ് സിസ്റ്റം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുന്ദമംഗലത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലത്താണ്. ഇനി അടുത്തത്
കേരളത്തിൽ ആദ്യമായിട്ട് ജലനയം വാട്ടർ പോളിസി, കേരളത്തിൽ ആദ്യമായി വാട്ടർ പോളിസി അഥവാ ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ എന്ന് പറയുന്ന പഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായി ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്ത് പെരുമണ്ണ പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെന്റർ വന്നത് കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ ബ്ലോക്ക് പഞ്ചായത്താണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കോഴിക്കോടാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കുന്നമംഗലത്താണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എവിടെയാണത്? കുന്നമംഗലത്താണ്. അതുപോലെ തന്നെ കേരളത്തില് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലമാണ് വെള്ളിമാട് കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു ജെൻഡർ പാർക്ക് ഉണ്ട്, തന്റേടം ജെൻഡർ പാർക്ക് എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് ഇവിടെയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്കാണ്. അത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയില് വെള്ളിമാട് കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോട് ജില്ലയിൽ വെള്ളിമാട് കുന്ന് എന്ന സ്ഥലത്ത്. അതുപോലെ കോഴിക്കോടിനെ കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ വേണ്ടി ഒരു പദ്ധതി കോഴിക്കോട് ജില്ലയിൽ കൊണ്ടുവരാണ്. ബാരിയർ ഫ്രീ കോഴിക്കോട് എന്നാണ് അതിന്റെ പേര്. എന്താണ് ബാരിയർ ഫ്രീ കോഴിക്കോട്? കോഴിക്കോടിനെ കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ബാരിയർ ഫ്രീ കോഴിക്കോട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഊരാളുങ്കൽ സൈബർ പാർക്കും ഇവിടെ കാണപ്പെടുന്നു? കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ ഊരാളുങ്കൽ സൈബർ പാർക്ക് ഉണ്ട്. അതെന്താണ്? സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ്. സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കായ ഊരാളുങ്കൽ സൈബർ പാർക്ക് കാണപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയാണെന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ നമ്മൾ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവായ, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്, ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളിൽ ഒന്നാണ് കടലുണ്ടി വള്ളിക്കുന്ന്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് എന്ന് പറയണം കേട്ടോ. ഇനി അടുത്തത് എയ്ഡ്സിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആയുർദളം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത് കോഴിക്കോട് ജില്ലയിൽ കൂത്താളി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. എയ്ഡ്സ് ബോധവൽക്കരണം അല്ലെങ്കിൽ എയ്ഡ്സിനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതിയാണ് ആയുർദളം. അത് നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്താണ് കൂതാളി ഗ്രാമപഞ്ചായത്ത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മിഠായി തെരുവ്, അല്ലെ? മിഠായി തെരുവ് പൊതുവെ SM സ്ട്രീറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതായത് SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്ന നോവലിന് ആധാരമായത് ഏത് സ്ഥലമാണ്? കോഴിക്കോട് ജില്ലയിലെ മിഠായി തെരുവാണെന്നും കൂടി ഓർത്തു വെക്കണം. ഇനി കേരളത്തില് മുതല വളർത്തൽ കേന്ദ്രം, ഇപ്പൊ നമ്മൾ ക്രൊക്കോഡൈൽ റിസർച്ച് സെന്റർ നെയ്യാറ് നമ്മൾ പഠിക്കും, അത് തിരുവനന്തപുരം ജില്ലയില്. അത് നമ്മൾ നെയ്യാർ ഡാം പഠിക്കുമ്പോഴും അതുപോലെ തന്നെ നെയ്യാർ വന്യജീവി സങ്കേതം പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ കേരളത്തിൽ രണ്ടാമതൊരു മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരുവണ്ണാമൂഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുവണ്ണാമൂഴി കോഴിക്കോട് ജില്ല കേട്ടോ. ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ് ഏത്? പെരുവണ്ണാമൂഴി എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായിട്ട് വൃക്ഷത്തോട്ടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും പെരുവണ്ണാമൂഴിയാണ്. അപ്പൊ പെരുവണ്ണാമൂഴിയില് മുതല വളർത്തൽ കേന്ദ്രമുണ്ട്, അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായിട്ട് വൃക്ഷത്തോട്ടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഏത്? പെരുവണ്ണാമൂഴി കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ജനകീയ പങ്കാളിത്തത്തോടെ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിക്കുകയാണ്, കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിക്കുകയാണ്. അത് എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളവണ്ണയിലാണ് എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് ജനകീയ പങ്കാളിത്തത്തോടെ ആരംഭിച്ച കുടിവെള്ള വിതരണ പദ്ധതി തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെന്റർ കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ കേരള ഗാന്ധി കെ കേളപ്പൻ മ്യൂസിയം തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതും കോഴിക്കോട് ജില്ലയിലാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ മ്യൂസിയം ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച കേരളത്തിലെ ജില്ല എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എവിടെയാണ്? കോഴിക്കോട് ജില്ലയാണെന്ന് പറയും. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഒരു ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട്, നല്ലളാണ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി കേരളത്തിൽ ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ നിലവിൽ വരുന്ന ജില്ലയും കോഴിക്കോട് ജില്ലയാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന് വിളിക്കുന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. അപ്പൊ കുറ്റ്യാടിയുടെ വേറൊരു പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. കുറ്റ്യാടി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ നാളികേര ഉദ്യാനം കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ നാളികേര ഉദ്യാനം ആരംഭിച്ച സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ നാളികേര ഉദ്യാനം സ്ഥാപിച്ചത് എവിടെയാണ്? കുറ്റ്യാടിയിലാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്ഥലങ്ങളുടെ പ്രത്യേകതകളാണ് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മുടെ കോഴിക്കോട് ജില്ലയില് കാപ്പാട് പന്തലായിനി കടപ്പുറത്താണ് നമ്മുടെ വാസ്കോഡ ഗാമ 1498 കാലുകുത്തിയത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാപ്പാടാണ് അന്താരാഷ്ട്ര പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. അന്താരാഷ്ട്ര പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? കാപ്പാടാണ്. അന്താരാഷ്ട്ര പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? കാപ്പാടാണ്. ഇനി അടുത്തത് കോഴിക്കോട് പ്രസിദ്ധമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കാണപ്പെടുന്നുണ്ട്. അതിന്റെ പേര് വെള്ളിയാംകല്ല് എന്നാണ്. അപ്പൊ വെള്ളിയാംകല്ല് വിനോദസഞ്ചാര കേന്ദ്രം കോഴിക്കോടാണ്. ഇനി നമ്മുടെ ഇ.ടി. അച്യുതന്റെ ഹോർത്തൂസ് മലബാറിക്കസ് നമുക്കറിയാം. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലിയത്താണെന്ന് പറയും. അപ്പൊ ഇ.ടി. അച്യുതൻ ഹോർത്തൂസ് മലബാറിക്കസ് മ്യൂസിയം എവിടെയാണ്? ചാലിയത്താണ് എന്ന് ഓർത്തു വെക്കുക. എവിടെയാണ്? ചാലിയം. ഇനി ഇരുവഞ്ഞിപ്പുഴ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇരുവഞ്ഞിപ്പുഴ അല്ലെ, എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിന്റെ പശ്ചാത്തലം ഇരുവഞ്ഞിപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയിലെ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലം ഇരുവഞ്ഞിപ്പുഴയാണ്. അതുപോലെ തന്നെ വില്യം ലോഗന്റെ മലബാർ മാനുവല് പരാമർശിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴയാണ്. ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ. അപ്പൊ ഇരുവഞ്ഞിപ്പുഴ മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ്. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഇരുവഞ്ഞിപ്പുഴ എന്ന് ഓർക്കുക. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്നു ഇരുവഞ്ഞിപ്പുഴ. ഇനി നമ്മൾ ചരിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം ചരിത്രം നമുക്ക് എന്താ പറയുന്നത് ഹിസ്റ്ററി വേറെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം കൂടെ ഒഴിവാക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മളെപ്പോഴും വയനാട് ചുരം എന്ന് പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വയനാട് ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് സംശയവും വയനാട് തന്നെയാണോ, അല്ലെങ്കിൽ താമരശ്ശേരി ചുരം അത് എവിടെയാ സ്ഥിതി ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരം കോഴിക്കോടാണ്. ഇനി കളിയാട്ടത്തിന് പ്രസിദ്ധമായിട്ട് പിഷാരിക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. കളിയാട്ടത്തിന് പ്രസിദ്ധമായ പിഷാരിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് പിഷാരിക്കാവ്. അവിടെ കളിയാട്ടത്തിനാണ് എന്തിനാണ് പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ കളിയാട്ടത്തിനാണ്. അതുപോലെ തന്നെ എന്താ പറയാ വളയനാട് ദേവി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, സാധാരണ രീതിയിൽ വിഗ്രഹങ്ങള് നമ്മള് ലോഹം കൊണ്ടോ പഞ്ചലോഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കല്ലുകൊണ്ടൊക്കെയാണ് സാധാരണ കണ്ടുകണത്. പക്ഷെ തടിയിൽ കടഞ്ഞെടുത്ത പാർവതി വിഗ്രഹം പ്രതിഷ്ഠയുള്ള കേരളത്തിലെ വിശിഷ്ടമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വളയനാട് ദേവി ക്ഷേത്രം. വളരെ പ്രധാനമാണ് വളയനാട് ദേവി ക്ഷേത്രം കേട്ടോ. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഒരു മോസ്ക് ഉണ്ട്, മുച്ചുണ്ടി മോസ്ക്. അപ്പൊ മുച്ചുണ്ടി മോസ്ക് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കോഴിക്കോട് ജില്ലയിലാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് രേവതി പട്ടത്താനം. ഞാനതൊരു ക്ലാസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രേവതി പട്ടത്താനത്തിന്റെ വേദി എന്ന് വിളിക്കുന്ന തളി ക്ഷേത്രവും എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് എന്ന് ഓർത്തു വയ്ക്കാം.
ഇനി നമ്മൾ കോഴിക്കോട് ഒരു സ്ഥലമുണ്ട്, വയലാട എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതിനെ മലബാറിന്റെ ഊട്ടി എന്നാ വിളിക്കുന്നത്. അപ്പൊ മലബാറിന്റെ ഊട്ടി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലമാണ് വയലാട. ഏതാണ്? വയലാട എന്ന് പറയും കേട്ടോ. ഇനി കേരളത്തില് നമുക്ക് IT പാർക്കുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിലുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ കേരളത്തിലെ മൂന്നാമത്തെ IT ഹബ്ബ് കോഴിക്കോട് UL സൈബർ പാർക്കാണ്. കേരളത്തിലെ മൂന്നാമത്തെ IT ഹബ്ബ് ഏതാണ്? കോഴിക്കോട് UL സൈബർ പാർക്കാണെന്ന് ഓർക്കാം. ഇനി നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം, അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമാണ് ഏത്? കോട്ടയം, അല്ലെ? അക്ഷര നഗരിയിലേക്ക് സ്വാഗതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അക്ഷര നഗരാണ് കോട്ടയം. അങ്ങനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത് 1991 ഏപ്രിൽ 18-നാണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് മാനാഞ്ചിറ മൈതാനത്ത് വെച്ചാണ്. പ്രഖ്യാപിച്ച വ്യക്തി ചേലക്കാടൻ ആയിഷയാണ്. ആരാണ് അവര്? ചേലക്കാടൻ ആയിഷയാണ് പ്രഖ്യാപിച്ചത്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള 1996 നിലവിൽ വന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലമാണ്. കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലമാണ്. ഈ IIM-ന്റെ ആപ്തവാക്യം യോഗ കർമ്മഷു കൗശല്യം എന്നാണ്. യോഗ കർമ്മഷു കൗശല്യം എന്ന ആപ്തവാക്യത്തോടുകൂടി 1996 കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് നിലവിൽ വന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അടുത്തതും നിങ്ങൾക്ക് അറിയുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം. അതും കോഴിക്കോട് ജില്ലയിലാണ്, ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലത്താണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പക്ഷെ 2002 അത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. 1961 ഈ സ്ഥാപനം നിലവിൽ വരുമ്പോൾ കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ 1961 കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പേരിൽ നിലവിൽ വന്ന സ്ഥാപനം 2002 NIT പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലത്താണ്. തമസോമ ജ്യോതിർഗമയ എന്നതാണ് NIT-യുടെ ആപ്തവാക്യം. തമസോമ ജ്യോതിർഗമയ എന്നതാണ് NIT-യുടെ ആപ്തവാക്യം ട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ കപ്പൽ നിർമ്മാണ ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ ചാലിയത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പേര് നിർദ്ദേശ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ കപ്പൽ നിർമ്മാണ ഗവേഷണ കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ കപ്പൽ നിർമ്മാണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ പേര് നിർദ്ദേശ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? നിർദ്ദേശ് എന്നാണ് അതിന്റെ പേര്. അതുപോലെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻക്യുബേറ്റർ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥാപിതമായത്, കേരളത്തിൽ ആദ്യമായി ഒരു കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് കോഴിക്കോടാണ്. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഏകദേശം കോഴിക്കോട് ജില്ലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇവിടെയും ഞാൻ പിന്നെയും പറയാണ്, നമ്മൾ ഫാക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കേരള ഫാക്സ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുന്നത് കേരള ഹിസ്റ്ററി എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ നമ്മൾ ഈ സമയം കൊണ്ട് ഇത് തീരില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറഞ്ഞ പിന്നെയും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറടിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും മുമ്പ് പറയാത്ത കാര്യങ്ങളാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ എഴുതി വെച്ച് വായിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ജില്ലകൾ പഠിക്കാൻ. അതായത് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തൃശ്ശൂരുള്ള ഒരാൾക്ക് കോഴിക്കോട് ജില്ലയെ കുറിച്ചൊന്നും അറിയണമെന്നില്ല. അപ്പൊ നമ്മുടെ ജില്ലയിലെ, ഇപ്പൊ ഞാൻ തൃശ്ശൂർ ജില്ലയാണ്, എന്നാലും തൃശ്ശൂർ ജില്ലയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് ധാരണ ഉണ്ടാവണം എന്നുള്ളത്, അങ്ങനെ ധാരണ ഉണ്ടാവണമെന്നില്ല. നമുക്ക് പലതും അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ജില്ലകളിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ കേരള ഫാക്സില് കേരളത്തിലെ ജില്ലകൾ വളരെ പ്രധാനമാണ്. കേരള ഹിസ്റ്ററി, കേരള ഫാക്സ്, കേരള റീനൈസൻസ്, ഇതൊക്കെ തന്നെ എല്ലാ പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഭംഗിയായിട്ട് കോഴിക്കോട് ജില്ല പഠിച്ച് നിങ്ങൾ കേട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ മറ്റ് ജില്ലകളുമായിട്ട്
നമുക്ക് വരാം. അതിനു മുന്നേ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കും കൂടി ഒന്ന് ആക്റ്റീവ് ചെയ്യുക കേട്ടോ. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.